കണ്ടവരും അവരുടെ പല മനുഷ്യരും ഇപ്പോൾ ഇവിടെ ഓശാനപാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിചയിച്ച് തന്നെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന നിർവചിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തം വെളിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മാതാവിനെ കാണുമ്പോൾ
യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇതൊക്കെ സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഉപയോഗിക്കുന്നു. അവർ പരസ്പരം നോക്കി. കടന്നൊഴുകുന്ന നാളുകളിൽ നീങ്ങിപ്പോകുന്ന രണ്ട് ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ മുഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദൂതാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും എന്ന് പരിശുദ്ധനായ ശനിയാഴ്ച
പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ പതിമൂന്നാം സ്ഥലം ഈശോ സിംഹയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു.
അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണക്കാളുകൾ തകർത്തു. ആകയാൽ പടയാളികൾ വന്ന വിശുദ്ധാടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെ കണക്കാളുകൾ തകർത്തു. ഈശോ തന്നെ മരിച്ചു കഴിയരുത് എന്ന് കണ്ടതിനാൽ കൂട്ടവുമായി നിക്കോദെമോസും അവരുടെ വന്നിരുന്നു. യൂതന്മാർ ആചാരമനുസരിച്ച് കത്തുകളും സകലമൃഗങ്ങളും കൊണ്ട് ചെലുത്തം പൊറിഞ്ഞു. ഇപ്പോഴും കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരു ഫോട്ടോയും അതിനൊരു പുതിയ പിള്ളേരും ഉണ്ടായിരുന്നു. ശാന്തമാർന്ന് ആരംഭിച്ചിരുന്നപ്പോൾ കല്ലറ അടുത്തായിരുന്നപ്പോൾ അവർ ഈശോയെ അവിടെ തിരിച്ചു. അങ്ങോട്ട് ആത്മാവിനെ സാധാരണ കൊള്ളുകയില്ല. അങ്ങയെ പഠിപ്പിച്ച് കഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. അടുത്തമായി കൂടമൊക്കെ മഹത്വവും ഗ്രഹിച്ചിരിക്കുന്നതാവും അങ്ങയുടെ കൂടെ പഠിക്കുന്നവർ അങ്ങയുടെ കൂടെ ജീവിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. മാതൃസേവയായി ഞങ്ങൾ അങ്ങയുടെ കൂടെ പ്രത്യക്ഷപ്പെടുകയാണല്ലോ. രാജസകലം കരയിൽ സ്വീകരിച്ചുകൊണ്ട് പാപത്തിൽ പഠിച്ചവരായി ചെയ്യുക ഞങ്ങൾ അനുഗ്രഹിക്കുന്നത്. സർവീശ്വരായ ഞങ്ങളെതിരാതെ അങ്ങയുടെ നാമവിധമാകാതെ അങ്ങയുടെ രാജ്യം വരുന്നത് അങ്ങയുടെ വിശ്വാസങ്ങളെ പോലെ ജീവിതമാകുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അവരുടെ പരിശുദ്ധമായ ഈശോയും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ.
പാപങ്ങൾ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാധ്യത ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യലും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യാതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നമുക്കൊരു ചിരിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രദർ ജോലി വേണ്ടിയാണ് ഈ കുറച്ച് നാളുകളായി നമ്മളിങ്ങനെ അലഞ്ഞു തിരിയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കള്ളന്മാരും കൊള്ളക്കാർക്ക് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും താഴ്ന്ന ശിക്ഷയായ, ഏറ്റവും വലിയ ശിക്ഷയായിരുന്ന കുരിശുമരണം എന്തിനു വേണ്ടി നമ്മുടെ തമ്പുരാൻ? നമ്മളൊക്കെ പാപികളാണ്. നമ്മളെ ആരും തന്നെ പാപം ചെയ്യാത്തവരായി ആരുമില്ല. ആരും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കണം, നമുക്ക് പുതിയൊരു ബുക്കോട് പഠിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഗതികളും നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങളിൽ പലപ്പോഴും നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. തിന്മ ചെയ്യാൻ തന്നെ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും പല വിധത്തിലും നമ്മളെ നന്മ ചെയ്യുന്നതെന്ന് പല കാര്യങ്ങളും അസ്വസ്ഥരാക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുമ്പോൾ, ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ആ നന്മയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. ദുഃഖ വെള്ളിയാഴ്ച, ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ. എന്തുകൊണ്ട് ഗുഡ് ഫ്രൈഡേ?